വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നും സമരം കടുപ്പിക്കുമെന്നുമാണ് CJPയുടെ നിലപാട്. ജന്തർ മന്ദർ ഉൾപ്പെടെ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. BSF ഉൾപ്പെടെ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചു. പാർലമെന്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ 6 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നിയമ നടപടി ശക്തമാക്കുമെന്നുമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, ഒപ്പം തന്നെ CJPയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ ജന്തർ മന്ദറിലെ സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് പറയുന്നത്. ആരുടെയും അടുത്ത് ചർച്ചയ്ക്ക് പോകാൻ താല്പര്യമില്ല എന്നുകൂടി CJP വ്യക്തമാക്കുമ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും? ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. അതിലൊരു അനുനയ നീക്കത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും നിലവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും കൂടിക്കാഴ്ച നടത്തി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളുമായി ഒരു ചർച്ച നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച ഇന്ന് നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഈ സമരം ഏത് രീതിയിൽ അവസാനിപ്പിക്കാനാകും എന്ന വലിയ ചർച്ച കേന്ദ്ര സർക്കാരിനിടയിലുണ്ട്. ഒപ്പം ഈ ജന്തർ മന്ദറിൽ സമരം തുടർന്ന പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് നിലവിൽ രാജ്യതലസ്ഥാനമുള്ളത്. BSF ഉൾപ്പെടെ കേന്ദ്ര സേനയെ ഡൽഹിയിലേക്ക് കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ജന്തർ മന്ദറും സമീപ പ്രദേശങ്ങളിലും 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി 3 ലെയർ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഡൽഹി പോലീസ്, CRPF, കേന്ദ്രസേന എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സുരക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ജന്തർ മന്ദറിന് പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലൊരു പാർലമെന്റ് മാർച്ചോ അത്തരത്തിലൊരു മൂവ്മെന്റോ സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം പാർലമെന്റ്, പ്രധാനമന്ത്രിയുടെ വസതി, കേന്ദ്രമന്ത്രിമാരുടെ വസതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം പാർലമെന്റിനകത്ത് ഇന്നും പാർലമെന്റ് നടപടികൾ തീർത്തും തടസ്സപ്പെടുത്തുന്ന, പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസം വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 2 ദിനങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിൽ ചർച്ച നടത്താമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കിയപ്പോൾ ആ ചർച്ചകൾക്ക് വഴങ്ങാതെ വീണ്ടും സഭാ നടപടികൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലേ ഇനി പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു. അത്തരത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി, അതിന് പുറത്ത് പാർലമെന്റിന് പുറത്തും ഒപ്പം ജന്തർ മന്ദറിലും സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അഖില, ജിഷ്ണു, അതോടൊപ്പം തന്നെ വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിനം ഇന്ന് പാർലമെന്റ് സ്തംഭിപ്പിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അതിന് വഴങ്ങിയില്ലല്ലോ, സഭ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തല്ലോ. അഖില, പാർലമെന്റിന്റെ 3ാം ദിവസവും ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ചർച്ച വേണം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉൾപ്പെടെ പാർലമെന്റിൽ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷം അത് ഉന്നയിച്ചു. പിന്നീട് കൂടിയാലോചനകൾക്ക് ശേഷം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷത്തോട് ഈ വിഷയത്തിൽ ചർച്ച നടത്താം, അത് എത്ര സമയം വേണം എന്നുള്ളത് എല്ലാ കക്ഷി നേതാക്കളുമായി കൂടിയാലോചന നടത്തി എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താമെന്ന് അറിയിച്ചു. എന്നാൽ അതോടുകൂടി പ്രതിപക്ഷം നിലപാട് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചർച്ചയല്ല, പകരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. നാളെ സഭ വീണ്ടും ചേരുമ്പോഴും ഇതേ സമീപനം തന്നെ പ്രതിപക്ഷം സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അതിന്റെ ഭാഗമായി ഇന്ന് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിനകത്തെത്തിയത്. അഖില, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്.